ഹലോ. അത് പുതിയൊരു സംഭവം. അങ്ങനെ ഇന്ന് 2ാം പെരുന്നാളിലാണ്. അപ്പൊ എല്ലാവർക്കും ഡേ 2 2ാം പെരുന്നാള് 2ാമത്തെ കറക്കം. അപ്പൊ ഇന്നലെ നമ്മള് ബീച്ചിലോട്ടൊക്കെ പോകണം എന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ വീഡിയോ ഫ്ലോപ്പായി. കാരണം വെച്ചാല് നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല. അത് മൊത്തം ഫാമിലിക്ക് മാത്രമായിരുന്നു അങ്ങോട്ട് എൻട്രി. അപ്പൊ അതുകൊണ്ട് നമ്മ ബാച്ചിലേഴ്സ് മാത്രം ഉള്ള കാരണം ഇന്നലെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അലൗഡ് ഇല്ല. നമ്മള് പരമാവധി പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും വേറെ വഴി കൂടെ പോയി. അങ്ങനെ നമ്മൾ പരമാവധി അതിനൊക്കെ പോയി ട്രൈ ചെയ്തു. പക്ഷെ പോലീസായാലും സെക്യൂരിറ്റികളായാലും ഭയങ്കര ചെക്കിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ ആരും അങ്ങോട്ട് കടത്തി വിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാല് ഒരു വെറൈറ്റി ആണ് അല്ലേ? അതെ. അപ്പൊ എന്നാ എവിടേക്കാ പോണേ നമ്മള്? അപ്പേ ലവ് ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്തില് അതെ അവിടുന്ന് കാണാം. അപ്പൊ നമ്മുടെ ഒരു ചങ്ങായി അവിടെ പോയിട്ട് പറഞ്ഞു അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാവും. അവിടുത്തെ ക്ലൈമറ്റ്, പ്രകൃതി ഒക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രതീകാന്ന് പറഞ്ഞേ. അപ്പൊ ഒറ്റപ്പെട്ട പോലെ പോകുന്നില്ല, ഇപ്പോഴും ICMV കളിക്കുക. ആശുവിന് മാത്രമുള്ള ചൂട് നമുക്കൊന്നും വാങ്ങി തരിക. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് നമ്മ പ്ലാൻ ചെയ്തത് മുൻപായിരുന്നു. നമ്മുടെ താരമായ ആഷിംക 2 മണി അല്ലേ ഇന്നലെ പറഞ്ഞ, കുറച്ച് ഒരു 4 മണിക്കൂർ ഡിലേ. അതില് നമുക്ക് പരാതിയും പരിഭവം ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ ഇന്ന് തകർക്കും അല്ലേ? ഈ ട്രിപ്പില് ഖജാൻജി ഞങ്ങള് തീറ്റി പോറ്റുന്നത്. അതെ. അപ്പൊ നമ്മുടെ രഥം ഓടിക്കുന്ന ആള് മനാഫ്ക, നമ്മുടെ ഇന്നലെ പറഞ്ഞ മറന്നു, ഫിനാൻഷ്യൽ രീതിക്ക് നമ്മളെ സപ്പോർട്ടാക്കുന്നത് ആഷിംക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അളിയനാണ് എന്റർടൈൻമെന്റ്. പിന്നെ നമ്മ രണ്ടുപേരും വീഡിയോ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ആയിട്ട് നമുക്ക് ഇനി സമയം ഇപ്പൊ 2 മണി. അപ്പൊ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് യാത്ര. അപ്പൊ എല്ലാവരോടും പൂവാറിലെ ലൊക്കേഷൻ. അപ്പൊ നമ്മള് താമസിക്കുന്നത് DAC ആണ്. DAC എന്ന് പറയുമ്പോ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് ഇവിടെ ഒരു മദീന ഉണ്ട്, മദീനയുടെ അടുത്തേക്ക് വരാറ്. അപ്പൊ ഇതിന്റെ അടുത്തൊരു സ്പൈസ് സ്ട്രീറ്റ് എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പോയി നല്ല ഫുഡും കാര്യമൊക്കെയാണ്, നല്ല സർവീസ് ആണ്. ഫുഡ് രക്ഷയില്ലാട്ടോ. നമ്മൾ അവിടെ തന്നെ ഫുള്ളും മേടിക്കലും പിടിക്കലും ഓർഡർ ചെയ്യലും കഴിക്കലൊക്കെ അവിടെ തന്നെയാണ്. സൂപ്പർ ഫുഡാ. സ്പൈസ് സ്ട്രീറ്റിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ ആഷിംക. ഒന്നും പറയാനാണല്ലോ. നല്ല ഫുഡാണെന്ന് പറയാം. ഞാൻ ആഷിംകാർത്ത് പറഞ്ഞു അങ്ങോട്ട് പോകണോ, ഇവിടെ എങ്ങനെ മതിയില്ലേന്ന് ചോദിച്ചു. പക്ഷെ പറ്റില്ല, അവിടെ തന്നെ കഴിക്കണം, അവിടുത്തെ അടിപൊളി ഫുഡാന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോയിട്ട് റെസ്റ്റോറന്റ്, അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം കാര്യങ്ങള് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ ഓക്കെ. ഇതേണ്ട ആ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടാ നമ്മുടെ സഫീർ മാൾ മദീന, അൽ മദീന ഹൈപ്പർ മാർക്കറ്റ്. പക്ഷെ എല്ലാരും മദീന എന്ന് പറയട്ടെ. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഫാർമസി ഉണ്ട്. ഏതാ 156 അല്ലേ? ക്ലിനിക്, നമ്മുടെ ആസ്റ്റർ ഫാർമസി കൂടെ ഉണ്ട്. എല്ലാവർക്കും ഒരു ബിരിയാണി എന്താ സംഭവം? അത് മറ്റല്ല, മട്ടൺ ചിക്കൻ. അതെങ്ങനെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടോ? നോർമൽ അത് അന്ന് എല്ലാവർക്കും പൊതു ബിരിയാണി. എന്താ സ്പെഷ്യൽ അറിയാം? ഡൗട്ട് എന്താ? നമ്മുടെ എപ്പോഴും ആഷിമിക്കാക്ക്
എപ്പോഴും ആർക്കായാലും ഇതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കുന്നു നീ പറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സിറ്റുവേഷനാണ് ഇപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തത്. കൂടുതൽ ആശിമിക്കാക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം. ഇങ്ങനെ ആശിമിക്ക ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആശിമിക്ക കഴിച്ചു കഴിഞ്ഞാൽ പറയും എന്ത് കഴിക്കണം ഇപ്പൊ വന്നിട്ട് എല്ലാരും പറഞ്ഞത് പിന്നെ എനിക്ക് പിന്നെ ആ പ്രശ്നമില്ല കേട്ടോ. എന്തും പോവും. ഞാൻ എന്ത് ഓർഡർ ചെയ്താലും കഴിക്കും. നമുക്കതാ നമ്മളെ ഇങ്ങോട്ട് കടിക്കാത്തത് എന്തായാലും നമ്മൾ ചിക്കൻ ബീഫ് കഴിഞ്ഞു. സോറി ഗൈസ്. അപ്പൊ വീണ്ടും മാറ്റം വന്നിട്ടുണ്ട്. കാരണം വെച്ചാല് ബീഫില് എല്ലാവർക്കുള്ള ബീഫും ഇല്ല. അപ്പൊ ആഷിമിക്ക് പറഞ്ഞത് എനിക്ക് ചിക്കൻ പൊതി ബിരിയാണി അല്ലേ, പൊതി ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ബീഫിൽ അവർ പറഞ്ഞു വെക്കണം സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പൊതി ബിരിയാണി. അപ്പൊ അത് സെറ്റാണ്. ബാക്കി മനാഫ്ക, ഷെമീർ, അളിയൻ ബാക്കി അളിയൻ മനാഫ്ക. അടുത്ത ടീംസ്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഓർഡർ ആക്കിയിരിക്കുന്നത് എന്താ വെച്ചാല് ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി കേട്ടോ. ഫിഷ് ബിരിയാണി അതെ, നമ്മുടെ സ്വന്തം ഷെമീം ബ്രോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എന്റെ ഫുഡ് എത്തി. നമ്മള് 3 ഫിഷ് ബിരിയാണി, ഒരു ചിക്കൻ, ഒരു ബീഫും. പായസമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട്. എല്ലാരും പെട തുടങ്ങി. ഫിഷും കാര്യങ്ങളൊക്കെ പെട തുടങ്ങി. അടുത്ത നമുക്ക് ഓപ്പൺ ചെയ്യാം. താങ്ക് യു. കരള് പൊതി ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ. കരള് പൊതി ബിരിയാണി, ആഷിമിക്ക പൊതി ബിരിയാണി, ചിക്കൻ, ബീഫ്. അതാണ് താങ്ക് യു ബ്രോ. നീ വിചാരിച്ചതിന് കിട്ടിയില്ല. കഴിച്ചു പപ്പടം, പായസം, തൈര്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ബീഫ് എന്താണ് പൊതി ബിരിയാണി അല്ലേ? കഴിച്ചു. ആദ്യം ഒരു പീസ് എടുക്കുക, കൂട്ടി കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ കൂട്ടി പടയ്ക്കുക. ബീഫൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചോറായാലും സൂപ്പർ, സംഭവം സെറ്റപ്പ്. അളിയാ എന്താ പാട്? രക്ഷയില്ല. നമ്മൾ വിചാരിച്ചതിനായിട്ട് കിട്ടണം. അങ്ങനെ നമ്മളേ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. നമ്മൾ കഴിക്കാറില്ലേ സ്പൈസ് ട്രീറ്റ്മെന്റ് കഴിച്ചേ. നമ്മുടെ റൂമിന് തൊട്ടടുത്താണ്. ഭക്ഷണം ഒരു രക്ഷയില്ല, അത്രയും സൂപ്പറായിരുന്നു. അപ്പോൾ ഈ പരിസരത്തുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചാലേ അത് നിങ്ങൾക്ക് വെറുതായിരിക്കും. കാരണം അത്രയും നല്ല ഫുഡാണ്. ലൊക്കേഷൻ വന്നിട്ട് DICയിലാണ്. DIC സഫാരി മാളിൽ അടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ആസ്റ്റർ 156 ആസ്റ്ററുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അത്രയും നല്ല ഫുഡായിരുന്നു. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിക്കാനുള്ള അത്ര ടേസ്റ്റുള്ള കാരണം. പിന്നെ വരുന്ന വഴിക്ക് കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. നമ്മൾ എന്നാലും ഇവിടെ നിന്ന് കഴിക്കാൻ കാരണം എന്താ അത്രയും ടേസ്റ്റുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാന് ലവ് ലേക്ക്. അതിന് പോകുന്ന വീഡിയോകളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. എങ്ങനെ കഴിച്ചപ്പോൾ യാത്ര
നല്ല വന്നിട്ടുണ്ട്, അടിപൊളി സെറ്റപ്പ് സെറ്റപ്പാണ്. അളിയൻ എന്താ പറയാ? ഒന്നും പറയല്ല. ഫുഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒന്നും പറയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരിക്കുന്നത്? അങ്ങനെ പറയാം. സൂപ്പർ. അഷിംക ചിക്കൻ പൈസ വെറുത്തല്ലേ? പൈസ വെറുത്തന്നല്ലേ ഭക്ഷണത്തിനുള്ള? അതെ. സ്ട്രൈറ്റ് അല്ലേ? അപ്പൊ നമ്മളിനി ചോദിച്ചു പോവാം. അതെ, ചോദിച്ചു പോവാം. ആഷിംക്ക് ആദ്യം പറഞ്ഞെന്താ പറയാ, ഇവിടെ നമുക്ക് അര മണിക്കൂർ, പിന്നെ അത് 20 മിനിറ്റ് ആയി, പിന്നെ നമ്മ ലൈക്കില് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോണ്ട് 1 മണിക്കൂർ കാണിക്കുന്നു. ഇതാണ് ടീം. ആഷിംക എത്ര 20 മിനിറ്റ് അല്ലേ? പിന്നെ രഥം തെളിക്കണ ആളുള്ള പിന്നെ കുഴപ്പമില്ല, നമ്മുടെ 90 പടച്ചോളും. അപ്പൊ അങ്ങനെയാണ് അളിയ. അത് പോണ കാഴ്ചകളും വിവരങ്ങളൊക്കെ എന്നാ പിന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയിക്കാം. അപ്പൊ നമ്മ പോവാൻ പോകുന്ന റോഡ് വെച്ചാല് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ്. ഇവിടെ ഫുള്ള് DAC ഭാഗത്ത് റൗണ്ട് അബൌട്ടാ. മിനിറ്റ് കാണിക്കണേ. ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മള് അൽകുദറ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ലവ് ലേക്ക്. നമുക്ക് വണ്ടി ഓടിക്കുക എങ്ങനെയുണ്ട്? പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല, ജീവൻ പണയം വെച്ചുള്ള കളിയല്ലേ മനാഫ്ക്കല്ലേ? എന്താ മനാഫ്ക്കത്തെ തപ്പണ്? അപ്പൊ നമുക്ക് ലവ് ലേക്ക് ആശങ്ക പറഞ്ഞ 20 മിനിറ്റ്, പക്ഷെ ഇപ്പൊ 1 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ലവ് ലേക്ക് നമ്മുടെ ആകാശ വ്യൂ നിങ്ങൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ അതിന്റെ ഒരു രസം കിട്ടുള്ളൂ. മേലെ നിന്നുള്ള വ്യൂ നോക്കുമ്പോ 2 ലവ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ലവ് ലേക്ക്. അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് എടുത്താൽ മനസ്സിലാവും അല്ലേ അളിയാ? അതെ തീർച്ചയായിട്ടും. അപ്പൊ മനാഫ്ക സെറ്റ് അല്ലേ? വെറും 20 മിനിറ്റ് എത്താൻ. റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡും കാണുന്നത് എന്താന്ന് വെച്ചാല് ഇവര് കാട് പിടിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാട് താനം പിടിക്കില്ല, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതൊരു കാടാക്കാൻ വേണ്ടിട്ട് കണ്ടില്ലേ, ലൈൻ പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഒരു ലോഡ് ഇവിടെ ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. ഇതൊക്കെ വളർന്ന് വരുമ്പോ സത്യം പറഞ്ഞതൊരു കാടാവും. ഇതൊക്കെ പറയാന്നുണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ ഇവിടെ മഴ പെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൈഡും ആ സൈഡും ഒരുപാട് ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ലൈനാക്കിയിട്ട്. എന്തായാലേ സെറ്റപ്പ് അല്ലേ ഒരു സംഭവം തന്നെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നു, കാട് പിടിക്കുന്നു. ഇവിടെ കാടിന് വേണ്ടിയിട്ട് കാട് ഇവര് ഉണ്ടാക്കുന്നു. ഇവിടെ കണ്ടല്ലേ ഫുള്ള് മരുഭൂമി. ഫ്ലെമിംഗോ ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ലവ് ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് റോഡ് കഴിഞ്ഞു കേട്ടോ. ഓഫ് റോഡാണ് കേട്ടാ. ഇന്ന് നമ്മള് പറക്കും. നേരെയാണോ കാണിക്കുന്നേ? അടിപൊളി വ്യൂട്ടാ. അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. സംഭവം ഇഷ്ടായ അത് നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബായില്ലേ? ടാറിടാത്ത റോഡൊക്കെ ആഷിംക ഫോൺ വിളിച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല കേട്ടാ. ഒരു കട്ട റോഡ് വഴി ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കട്ട റോഡ്. മനാഫ്ക്കൊക്കെ വൈബുണ്ടോ? മനാഫ്ക്ക് പറഞ്ഞ ഞങ്ങള് കൊപ്പം പട്ടാമ്പി റോഡിൽ പോയ ഒരു ഫീലാണ്. അതൊക്കെ പണ്ട് ഫുള്ള് റോഡ് സെറ്റപ്പാണ്. ഫ്ലെമിംഗോ അല്ലേ?
ഫ്ലമിംഗോ അല്ലേ അളിയ അളിയ ഫ്ലമിംഗോ നമ്മുടെ നാട്ടിലെ കൊക്ക്, വലിയ കൊക്ക്. ഇതാണ് ഹല്ലുട്ടാ. ലവ് ലേക്ക് എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. സൂപ്പർ ഒരു രക്ഷത വൈബാണ് കേട്ടോ. തിരിക്ക വേണങ്ങ ആഷിംകാക്ക് ആകാംക്ഷ ഏറിയിട്ടുണ്ടാണ്. നോക്കിയേ ലവലേക്കിന്റെ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലേ ഇതുവരെ നമ്മൾ പോകുമ്പോ നിർത്തി കണ്ടിട്ട് വേണം പോവാൻ. അപ്പൊ അതിന്റെ ഒരു രസം അല്ലേ. തകർത്തിട്ടാ നമ്മള് കാണിച്ചു തരണം. നമ്മളൊക്കെ നമ്മുടെ അടുത്ത് പൊക്കോന്ന് പറയാം. അത് മാൻ കുട്ടിയാട്ടാ. ഇതാ പോണു. മാനോടുന്നിട്ടാ ഫസ്റ്റത്തെ വ്യൂ ആട്ടാ. ഇവിടെ വന്നിട്ട് നമ്മള് ആദ്യമായിട്ട് നമ്മളെ തന്നെ നോക്കുകയാണ്. മാന് എന്തെങ്കിലും തിന്നാൻ തരുമെന്ന് ചോദിച്ചിട്ടാവോ. അതെ ഓടി നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇങ്ങനത്തെ നമ്മളോട് നമ്മളാ പുള്ളി ഇതിന് പുള്ളിയില്ല. അപ്പൊ നമ്മളിവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് മാന കണ്ടിട്ടാ. മാന കണ്ട് എല്ലാരും മാന കണ്ട് ഹാപ്പി ആയി. നമ്മള് കൃതാർത്ഥനായില്ലേ. ആ ഇത് അവിടെ എന്താ ഗിനിക്കോഴിയാണോ അത്? ഗിനിക്കോഴി മാന ഓടി. അതെ ഇതാ ഗിനിക്കോഴിട്ടാ. ഇവിടെ സത്യം പറഞ്ഞത് മരുഭൂമിയാണ് അല്ലേ. ഉള്ളിക്കാ സത്യം പറഞ്ഞ മരുഭൂമിയാണ്. ആ മരുഭൂമിനെ ഇവര് കാടൊക്കെ പിടിപ്പിച്ച് ഇങ്ങനത്തെ ഒരു ലേക്കാക്കി എടുത്തിരിക്കുക സംഭവം. വണ്ടികളൊക്കെ എത്ര വണ്ടികളാണ്. ആ വെള്ളം കുടിക്കാൻ വരുന്നൊക്കെയാ. അടിപൊളി സ്ഥലല്ലേ. സെറ്റായില്ലേ തണുപ്പ് സമയത്ത്. ഇപ്പൊ തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഫുൾ അരുവികളാ. നമുക്കതുകൊണ്ട് തണുത്ത കാറ്റ് കിട്ടും. 4 മണി ഒരു 5 മണി ഒരു 5:30 ആ സമയത്തൊക്കെ ആകുമ്പോ ഒന്നുകൂടി വൈബ് കൂടും. എന്നാലും രാവിലെ വരുന്ന വീണ്ടും മനാഫ്ക. അപ്പോ അടിപൊളി സ്ഥലം. മാന കണ്ടു, കൊറേ കോഴികളെ കണ്ടു, കൊറേ ഫോട്ടോ എടുത്തു, അരുവികളിൽ മീന് പോണത് കണ്ടു. ഇനി നമുക്ക് പോവാനുണ്ട് ഒരുപാട് ദൂരം. ഇനി ഒരുപാട് ഇഷ്ടം പോലെ എത്ര കിലോമീറ്റർ റണ്ണിങ് ഉണ്ടാവും ടോട്ടല്? ഒരു 5 കിലോമീറ്റർ ഉണ്ടാവില്ല. 5 കിലോമീറ്റർ നമ്മൾ ഫുള്ള് വാച്ച് ചെയ്ത് തന്നെ പോകണം. അതെ 5 കിലോമീറ്റർ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് ഉള്ളിലോട്ട് ഇങ്ങനെ പോകും. മാനുകളെ കാണാം. പലരും അടുത്ത് നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഒരുപാട് പേര് വരുന്നുണ്ട്. കമന്റ് കൂടി പറഞ്ഞു. പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് പേര് വണ്ടി വരുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അതാണ് വാച്ച് ടവർ. ഇടിയിട്ട് സ്ഥലം. നമുക്ക് അങ്ങോട്ട് വണ്ടി നിർത്തി പോകണമെങ്കിൽ പോവാം. ഒരുപാട് പേര് വിശ്രമിക്കുന്നു. മേലിന് കാണാൻ ലവിന്റെ മാതിരിയായി. കൊച്ചല്ല ഫ്ലമിംഗോ ഇതാണ് ഫ്ലമിംഗോ. ഇവിടെ എവിടെയെങ്കിലും ഐസർ നിർത്തിയല്ലേ അവര് ഇറങ്ങില്ല. ഫ്ലമിംഗോ ഇത് വിദേശ ഏതോ രാജ്യത്തിന്റെ പോയില്ലേ. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കറങ്ങാണ്ടിട്ടാ. നമ്മള് പ്രതീക്ഷ പോലെ ഒന്നല്ല. ലവ് ലേക്കിന്റെ ഇനിയുണ്ട് ഒരു 4 കിലോമീറ്റർ അതിന്റെ ഉള്ളിലോട്ട്. ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒരുപാട് സ്ഥലത്ത് നിർത്തി അല്ലേ. അടിപൊളിയായിട്ട് നാട്ടിലത്തെ പോലെ. അതെ നാട്ടിലത്തെ ഒരു വൈബൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടി. ഒരുപാട് സ്ഥലത്തൊക്കെ അതെ ഇനിയും ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാലാണ് നമ്മൾ ലവിലേക്ക് എത്തുക. അവിടെ വന്നിട്ട് തരണ്ടല്ലോ. രണ്ടാള് പോയി ചിത്രം ലവിലേക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഒരുപാട് പാർക്കിങ്ങിനായാലും എല്ലാത്തിനും ആവശ്യത്തിന് സൗകര്യം ഉണ്ട് കേട്ടോ. കണ്ട ഇതാണ് നമ്മൾ എനിക്ക് എൻട്രൻസ്. നമ്മൾ ഒരുപാട് വഴി തെറ്റിയെങ്കിലും ഇതാണ് എനിക്ക് എൻട്രൻസ്. എക്സിറ്റ് നമുക്ക് മാപ്പ് നോക്കി പോവാട്ടാ, എല്ലാം കൊളാവും. എൻട്രൻസ് എടുത്ത് എൻട്രൻസ് സെറ്റല്ലേ? ആ ആശങ്ക ചേർപ്പെടുത്ത് ഫോണല്ലോ. വെള്ളം അങ്ങനെ വീഴ നാട്ടിലെ ഒക്കെ എന്താ കാറോ എന്താ അങ്ങനെ പിടിച്ചേക്കേ ഇല്ലേ? ഞാൻ തോളത്തെ കുടിച്ചിട്ടായിരുന്നു. സംഭവത്തില്ല സംഭവത്തി അവിടെ നിങ്ങളുടെ വെളിച്ചം കിട്ടുന്ന കാരണേ ലവിലേക്ക് കിട്ടുന്നില്ല. അവസാനം നമ്മൾ ലവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അതെ, അതിനുള്ളിൽ കൂടി പോയിട്ട് അവിടെ നോക്കിട്ടോ. എന്തോരം മീനാ കൈ വെച്ച് കൈമിൽ വലുപ്പല്ലേ? രക്ഷയില്ലാത്തത്
അല്ല പ്രശ്നമാണ് എല്ലാവരും അലർട്ടായി ഉണ്ടെങ്കിൽ ഏകദേശം വശമായിട്ടവിടെ ഭയങ്കര ചൂടുണ്ട്, കണ്ണൊന്നും കാണുന്നില്ല. ടീംസ് വരുന്നുണ്ട്, പ്ലസും മൈനസും ഉണ്ട് കേട്ടോ. കുതിരവട്ടം വെള്ളപ്പൊക്കട്ടാ, വെള്ളപ്പൊക്കായി. ഇതാ ഷൂ ഒക്കെ അയച്ചു വെച്ച് കരലൊക്കെ ഇതാ പോകുന്നുണ്ട്. ഭയങ്കര വഴുക്കലുണ്ട് അല്ലേ? അവിടെ ഇവിടെ നല്ല ആഴമുണ്ട്. അതാണ്ടാ ഇപ്പത്തെ പുല്ലാണ്, ഇത് ഇങ്ങനെ ഷൂ എല്ലാം അയച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ അല്ലേ? ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ആ പറഞ്ഞോ. ഒരുപാട് ഇങ്ങനെ നടക്കാണ്ടിട്ടാ, വെയില് സമയത്തൊന്നും ഇങ്ങോട്ട് വരുന്നതല്ല. ഈ വൈബ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഈവനിങ് 4 മണി 5 മണിക്കൊക്കെ കൂടെ എത്തുന്ന പോലെ വരികയാണെങ്കിൽ അടിപൊളിയല്ലേ? ഒന്നുമല്ല, ഒരുപാട് നടക്കാണ്ട്. ഓരോന്ന് കണ്ട് ആസ്വദിച്ച് നടക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് കണ്ടില്ലേ ഒരുപാട് നടന്ന് അളിയാണെന്താ പറയാനുള്ള കളിയൊക്കെ വശായി. ഏറെ വൈബാണ്. അതെ. അപ്പൊ നമ്മളിതിന് വന്നതിന് ശേഷം ഇതിന്റെ മേലോട്ടൊരു ഫുള്ള് ഭാഗത്ത് പോലെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതെ, കറക്റ്റ് ലൊക്കേഷൻ തന്നെ കേട്ടാ. ഫോട്ടോഷൂട്ട് ഏരിയ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. വെള്ളം അതും വലിയ തണുപ്പിച്ചാണ്. കുടിച്ചാല് നമ്മളങ്ങനെ ലവ് ലേക്കൊക്കെ കണ്ടിട്ടാ, ലവ് ലേക്ക് കണ്ട് സത്യം പറഞ്ഞത് ഫുള്ള് നമ്മൾ നടന്ന് കവർ ചെയ്തു. ഒരുപാട് കാണാനുണ്ട്. ഒപ്പം നല്ല ചൂടുള്ള കാരണേ നമ്മളെ മൊത്തത്തിൽ ടയേർഡായി. മീനായാലും അടിപൊളി കാഴ്ചകളുണ്ട്. വന്ന് കഴിഞ്ഞാൽ ആർക്കും ഇതൊരു നഷ്ടാവില്ല അല്ലേ? ഇത്തിരി കൂടി ഈ ചൂടില്ലാണ്ട് തണുപ്പത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി അടിപൊളി ബെറ്റർ ഫീൽ കിട്ടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലവ് ലേക്കിന്റെ വീഡിയോ. ഒരു ഈവനിങ് വൈബ് അല്ലേ? അല്ല, ഒരു ഈവനിങ് വൈബ് അല്ലേ വേണ്ടത്? ഈവനിങ് വൈബ്. ഒരുപാട് പേര് വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാൻ. കൂടുതൽ ഫാമിലീസ് ആണ് വരുന്നത്. ഇവിടെ ഫ്രീ ഒന്നും ഇല്ല കേട്ടോ, ടിക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വരുന്നവര് വെള്ളം കുപ്പി കാര്യങ്ങളൊക്കെ കരുതുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ, പിന്നെ അൽഫാം ചാർപ്പൂർ ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോസ്. അപ്പൊ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം. ഓക്കെ. അവിടേക്ക് അടുത്തേക്ക് വരുന്നു.